നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് യൂറോപ്പിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ഏകദേശം 800 വർഷത്തോളം ഐബീരിയൻ ഉപദ്വീപിൽ, അതായത് ഇന്നത്തെ സ്പെയിനിലും പോർച്ചുഗലിലുമായി നിലനിന്നിരുന്ന അൽ അന്തലസ് എന്ന ഇസ്ലാമിക് ഭരണകൂടത്തെപ്പറ്റി. അപ്പോ ആ വലിയ കഥയുടെ ഉദയവും അസ്തമയവും നമുക്കൊന്ന് ചുരുക്കത്തിൽ കണ്ടുവരാം. AD 711 തുടങ്ങി 1492 അവസാനിക്കുന്നു. അതായത് ഏതാണ്ട് 8 നൂറ്റാണ്ടുകൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ. റോമാ സാമ്രാജ്യം തകർന്ന് യൂറോപ്പ് മുഴുവൻ ഇരുണ്ട യുഗം എന്ന് പറയുന്ന കാലഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ തുടങ്ങിയൊരു ചരിത്രമാണിത്. ഇത് വെറുമൊരു ഭരണത്തിന്റെ കഥയല്ല, മറിച്ച് തലമുറകളെയും സംസ്കാരങ്ങളെയും സ്വാധീനിച്ച ഒരു മഹത്തായ നാഗരികതയുടെ തന്നെ ഇതിഹാസമാണ്. അപ്പോ നമുക്ക് കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. കീഴടക്കലും ഒരു പുതിയ അധികാരത്തിന്റെ തുടക്കവും. ഐബീരിയയുടെ ചരിത്രം എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു സൈനിക മുന്നേറ്റത്തോടെയാണ് എല്ലാം ആരംഭിക്കുന്നത്. ഈ സംഖ്യ ഒന്ന് നോക്കൂ. 7000. അതെ, വെറും 7000 സൈനികർ. യൂറോപ്പിന്റെ ചരിത്രം മാറ്റിയെഴുതാൻ ജിബ്രാൾട്ടർ കടന്നെത്തിയത് ഇത്രയും ചെറിയൊരു സൈന്യമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതെങ്ങനെ സാധിച്ചു എന്ന്, അല്ലേ? അന്നവിടെ ഭരിച്ചിരുന്ന വിസിഗോത്ത് രാജ്യം ആഭ്യന്തര പ്രശ്നങ്ങളിൽപ്പെട്ട് ആകെ ദുർബലമായിരുന്നു. അതുകൊണ്ടുതന്നെ ഈ ചെറിയ സൈന്യത്തിന് വളരെ വേഗത്തിൽ ആ പ്രദേശം കീഴടക്കാൻ കഴിഞ്ഞു. പക്ഷേ അവരുടെ മുന്നേറ്റത്തിന് ഒരു പരിധിയുണ്ടായിരുന്നു. AD 732 നടന്ന ടൂർസ് യുദ്ധം ഒരു നിർണായക വഴിത്തിരിവായി. അവിടെ വെച്ച് ഫ്രാങ്കിഷ് സൈന്യം അവരുടെ യൂറോപ്പിലേക്കുള്ള യാത്ര തടഞ്ഞു. അതോടുകൂടി അൽ അന്തലൂസിന്റെ അതിർത്തികൾ ഏകദേശം ഉറപ്പിച്ചു. പിന്നെ അവരുടെ ശ്രദ്ധ മുഴുവൻ ഐബീരിയൻ ഉപദ്വീപിൽ മാത്രമായി. ഇനി നമ്മുടെ കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക്. കോർഡോബയിലെ എമിറേറ്റ് കീഴടക്കൽ കഴിഞ്ഞു. ഇനി സ്വന്തമായൊരു വ്യക്തിത്വം, ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാത കെട്ടിപ്പടുക്കാനുള്ള സമയമാണ്. ഇവിടെയാണ് കഥ ശരിക്കും മാറുന്നത്. AD 756 ഉമയ്യദ് രാജവംശത്തിലെ അബ്ദുൾ റഹ്മാൻ ഒന്നാമൻ ഒരു വലിയ തീരുമാനമെടുത്തു. അദ്ദേഹം ബാഗ്ദാദിലെ പ്രധാന ഖലീഫയുടെ ഭരണത്തിൽ നിന്ന് പൂർണ്ണമായി വേർപിരിഞ്ഞ് കോർഡോബയെ ഒരു സ്വതന്ത്ര എമിറേറ്റായി, അതായത് സ്വന്തമായി ഭരിക്കുന്നൊരു പ്രദേശമായി പ്രഖ്യാപിച്ചു. അതോടെ മെഡിറ്ററേനിയൻ ഭാഗത്ത് പുതിയതും ശക്തവുമായൊരു അധികാരകേന്ദ്രം ഉദയം ചെയ്യുകയായിരുന്നു. ഇപ്പോ നമ്മൾ ഈ കഥയുടെ ഏറ്റവും മികച്ച ഭാഗത്തേക്ക്, അതിന്റെ ഉന്നതിയിലേക്കെത്തുകയാണ്. കോർഡോബ എന്ന നഗരം ലോകത്തിലെ തന്നെ ഏറ്റവും പുരോഗമിച്ച, ഏറ്റവും തിളക്കമുള്ള നഗരങ്ങളിലൊന്നായി മാറിയ ആ സുവർണ കാലഘട്ടത്തിലേക്ക്. ഈ സുവർണ കാലഘട്ടത്തിന് ഒരു ഔദ്യോഗിക തുടക്കം കുറിച്ചത് AD 912 അന്ന് അബ്ദുൾ റഹ്മാൻ മൂന്നാമൻ സ്വയം ഖലീഫ എന്ന് പ്രഖ്യാപിച്ചു. അതായത് വെറുമൊരു ഭരണാധികാരി എന്നതിലുപരി ഇസ്ലാമിക ലോകത്തിന്റെ ഒരു പരമോന്നത നേതാവ്. ഇത് ബാഗ്ദാദിലെ ഖലീഫയ്ക്ക് തുല്യമായൊരു പദവിയായിരുന്നു. അതോടെ കോർഡോബയുടെ രാഷ്ട്രീയവും മതപരവുമായ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചു. ആ കാലത്ത് കോർഡോബ ഒരു നഗരം എന്നതിലുപരി ഒരു അത്ഭുതമായിരുന്നു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ജനസംഖ്യയും സമ്പത്തും കുതിച്ചുയർന്നു. യൂറോപ്പിലെ മറ്റു നഗരങ്ങൾ ഇരുട്ടിലായിരുന്നപ്പോൾ കോർഡോബയിലെ തെരുവുകളിൽ രാത്രിയിലും വെളിച്ചമുണ്ടായിരുന്നു. ശാസ്ത്രം, തത്വശാസ്ത്രം, വൈദ്യശാസ്ത്രം, എല്ലാത്തിലും ലോകോത്തര മുന്നേറ്റങ്ങൾ. ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ക്രിസ്ത്യൻ, ജൂത, മുസ്ലിം പണ്ഡിതന്മാർ ഒരുപോലെ അറിവ് തേടി ഇവിടത്തെ വലിയ ലൈബ്രറികളിലേക്ക് ഒഴുകിയെത്തി. ഈ സുവർണ കാലഘട്ടത്തിന് പിന്നിലെ യഥാർത്ഥ ശക്തി അവിടത്തെ ചിന്തകരായിരുന്നു. പുരാതനമായ അറിവുകൾ സംരക്ഷിക്കുകയും പുതിയവ കണ്ടെത്തുകയും ചെയ്ത ആ ബൗദ്ധിക പാരമ്പര്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശരിക്കും പറഞ്ഞാൽ കോർഡോബയുടെ ഏറ്റവും വലിയ സംഭാവന ഇതായിരുന്നു. യൂറോപ്പിൽ ഒരു കാലത്ത് നഷ്ടപ്പെട്ടുപോയ അരിസ്റ്റോട്ടിലിന്റെയും പ്ലേറ്റോയുടെയുമൊക്കെ പുരാതന ഗ്രീക്ക് കൃതികൾ, അവയെല്ലാം ഇവിടെ അറബിയിലേക്ക് വിവർത്തനം ചെയ്ത് വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചുവെച്ചു. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ അറിവുകളാണ് ലാറ്റിനിലേക്ക് തിരികെ വിവർത്തനം ചെയ്യപ്പെട്ടത്. യൂറോപ്പിന്റെ നവോത്ഥാനത്തിന് തീപ്പൊരി പകർന്നതും ഈ അറിവുകളായിരുന്നു. ആ കാലഘട്ടത്തിലെ 2 വലിയ പ്രതിഭകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. തത്വചിന്തയുടെ ലോകത്ത് ഇബ്നു റുഷ്ദ് അഥവാ അവറോസ് അരിസ്റ്റോട്ടലിന്റെ ചിന്തകളെ യൂറോപ്പിന് വീണ്ടും പരിചയപ്പെടുത്തി. ഇനി വൈദ്യശാസ്ത്രത്തിലേക്ക് വന്നാൽ അൽ സെഹ്റാവി, ആധുനിക ശസ്ത്രക്രിയയുടെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം കണ്ടുപിടിച്ച പല ശസ്ത്രക്രിയാ ഉപകരണങ്ങളും ചില മാറ്റങ്ങളോടെ ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. അവിശ്വസനീയമല്ലേ? എല്ലാ ഉയർച്ചയ്ക്കും ഒരു താഴ്ചയുണ്ടാവുമല്ലോ. അതുപോലെ അൽ അന്തലുസിന്റെ കഥയും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ മഹത്തായ സാമ്രാജ്യത്തിന്റെ തകർച്ചയും അവസാനത്തെ ശക്തികേന്ദ്രമായിരുന്ന ഗ്രാനഡയുടെ പതനവുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ തകർച്ച
പെട്ടെന്നൊരു ദിവസം സംഭവിച്ചതായിരുന്നില്ല. അത് പതിയെ പതിയെയായിരുന്നു. ആദ്യം ആ വലിയ ഖിലാഫത്ത് ആഭ്യന്തര കലഹങ്ങൾ കാരണം തായിഫ എന്ന് വിളിക്കുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളായി ചിതറിപ്പോയി. ഒരുമിച്ചു നിന്ന ശക്തി പല കഷ്ണങ്ങളായി പരസ്പരം പോരടിക്കാൻ തുടങ്ങി. ഈ അവസരം മുതലെടുത്ത് വടക്ക് നിന്നുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങൾ നൂറ്റാണ്ടുകൾ നീണ്ട യുദ്ധങ്ങളിലൂടെ ഓരോ പ്രദേശങ്ങളായി തിരിച്ചുപിടിച്ചു. അവസാനം ഗ്രാനഡ എന്ന ഒരൊറ്റ പ്രദേശം മാത്രം ബാക്കിയായി. 1492 അതും വീണു. അങ്ങനെ ആ നീണ്ട യാത്ര 1492 അവസാനിച്ചു. ഏകദേശം 8 നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന അൽ അന്തലൂസ് എന്ന യുഗത്തിന് ഔദ്യോഗികമായി അവിടെ തിരശീല വീണു. ചരിത്രം ഇവിടെ തീർന്നു. പക്ഷെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഒരു സാമ്രാജ്യം അവസാനിച്ചാൽ അതിന്റെ സ്വാധീനം പൂർണ്ണമായി ഇല്ലാതാകുമോ? ഒരിക്കലുമില്ല. സ്പാനിഷ് ഭാഷയിൽ ഇന്നും ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് അറബി വാക്കുകൾ, ഗണിതശാസ്ത്രത്തിലെ ആൽജിബ്ര പോലുള്ള ആശയങ്ങൾ, ഇതെല്ലാം അൽ അന്തലുസിന്റെ സംഭാവനകളാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സ്പെയിനിന്റെയും യൂറോപ്പിന്റെയും സംസ്കാരത്തിലും ഭാഷയിലും വാസ്തുവിദ്യയിലുമെല്ലാം അൽ അന്തലുസിന്റെ മായാത്ത മറ്റെന്തെല്ലാം മുദ്രകളുണ്ടാകും? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.